ചെന്നൈയിൽ ഭർത്താവായ ബി.ജെ.പി. നേതാവും സുഹൃത്തുക്കളും തന്നെയും മകനെയും നടുറോഡിൽ വെച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയതായി യുവതിയുടെ പരാതി. ബി.ജെ.പി. ട്രേഡ് യൂണിയൻ നേതാവ് ശിവകുമാറിനെതിരെയാണ് ഭാര്യ ലക്ഷ്മിപ്രിയ കമ്മീഷണർക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു നടുറോഡിലെ ഈ ക്രൂരത. ബി.ജെ.പി. ചെന്നൈ ഈസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവ് ശിവകുമാറിന്റെ രണ്ടാം ഭാര്യയാണ് ലക്ഷ്മിപ്രിയ. 14 വർഷം മുൻപുള്ള പ്രണയവിവാഹം. മെച്ചപ്പെട്ട സാമ്പത്തിക നിലയുള്ള ലക്ഷ്മിപ്രിയയ്ക്ക് ശിവകുമാറിന്റെ ആദ്യ വിവാഹത്തെപ്പറ്റി അറിയില്ലായിരുന്നു. ഇരുവരും ചേർന്ന് ബിസിനസ് തുടങ്ങി. കൂടുതൽ പണം മുടക്കിയത് ലക്ഷ്മിപ്രിയ. പതിയെ പ്രശ്നങ്ങളും തുടങ്ങി. ശിവകുമാറിന് ബി.ജെ.പി. പ്രവർത്തകയുമായി രഹസ്യബന്ധമുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയയുടെ ആരോപണം. ഇരുവരും വഴക്കുണ്ടാക്കുന്ന ദൃശ്യങ്ങളും ലക്ഷ്മി പുറത്തുവിട്ടു. என்னை கூட்டிட்டு நீங்க உட்கார வச்சுட்டு இவன் எவன் கூடயே போய் சுத்துறதுக்கு அந்த பொம்பளை எனக்கு போன் பண்ணி சொல்றான், நீ 200 ஏக்கர் காட்டுறேன், நான் பரமசிவன் வச்சு அவனுக்கு ஆளை காட்டின்னு இருக்கேன்னு சொல்லிட்டு அவ காட்டினா. இந்த ரெக்கார்டை போய் அக்கா கிட்ட காட்டு. അടുത്തിടെ വഴക്ക് രൂക്ഷമായി. കമ്പനിയിൽ നിന്നുള്ള ലാഭം മുഴുവൻ ശിവകുമാർ പോക്കറ്റിലാക്കി. ലക്ഷ്മിയോട് കമ്പനി തന്റെ പേരിൽ എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. അതിനെ സമ്മതിക്കാതായതോടെയാണ് ഭാര്യയെയും മകനെയും ഇയാൾ കൂട്ടുകാരുമൊത്ത് നടുറോഡിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. തിരുവിമലൈ ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തുമ്പോഴായിരുന്നു കാറിലെത്തിയ സംഘം ലക്ഷ്മിപ്രിയയുടെ വാഹനം തടഞ്ഞത്. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലക്ഷ്മിയെ വലിച്ചിറക്കി. റോഡിൽ തള്ളിയിട്ട് മൊബൈൽ ഫോൺ കൈക്കലാക്കി. മകന്റെ കഴുത്തിൽ കത്തിവെച്ചെന്നും ലക്ഷ്മി പറയുന്നു. ഇരുവരെയും വണ്ടിയിലാക്കി സംഘം കടന്നു കളഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാക്കം പോലീസ് എത്തി സമീപത്തെ സ്കൂളിനടുത്തു നിന്ന് ഇരുവരെയും രക്ഷിച്ചു. എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. പരാതിയില്ലെന്ന് എഴുതി നൽകി മടങ്ങാനായിരുന്നു ഇവർ പറഞ്ഞത്. പിന്നാലെ കമ്മീഷണർ ഓഫീസിലെത്തി ലക്ഷ്മി നൽകിയ പരാതിയിൽ ശിവകുമാർ ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൻ്റെ ജീവൻ ഏതു നിമിഷവും അപകടത്തിലാകാമെന്ന ഭയത്തിലാണ് ലക്ഷ്മിയും മകനും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.